മലയാളികൾക്ക് പരശുരാമനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ന് പരശുരാമൻ്റെ കഥയാണ്. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 6ാമത്തെ അവതാരമായിട്ടാണ് പരശുരാമനെ പറ്റി പറയുന്നത്. മറ്റുള്ള അവതാരങ്ങളെപ്പോലെയല്ല, പരശുരാമനൊരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുകയും ഒരു ക്ഷത്രിയൻ്റെ യുദ്ധവീര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. ഇതിന് ഒരു കാരണമുണ്ട്. പണ്ട് ഗന്ധി എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു, സത്യവതി. പക്ഷേ ഇദ്ദേഹത്തിന് ആൺമക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ സത്യവതി എന്നു പേരായ ഈ രാജകുമാരി ഒരു യാത്ര പോയപ്പോൾ, അത് ഒരു വനത്തിനടുത്തൂടെയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഭൃഗു മഹർഷിയുടെ മകനായ ഋചീകൻ ഈ രാജകുമാരിയെ കണ്ടു. അവളെ കണ്ട മാത്രയിൽ അദ്ദേഹത്തിന് അവളെ വളരെയധികം ഇഷ്ടപ്പെടുകയും അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് പോയി ഈ രാജകുമാരിയുടെ പിതാവായ രാജാവിനോട് മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഭൃഗു മഹർഷിയുടെ മകനായ ഒരു മുനികുമാരൻ വന്ന് വിവാഹം ആലോചിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാൻ ഈ രാജാവിന് മടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ മുനികുമാരനോട് 1000 തവിട്ട് നിറമുള്ള കുതിരകളെ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ തൻ്റെ മകളെ കൊടുക്കാം എന്ന് പറഞ്ഞു. ഒട്ടും താമസിക്കാതെ ഈ ഋചീകൻ എന്ന മുനികുമാരൻ രാജാവിന് 1000 തവിട്ട് നിറമുള്ള കുതിരകളെ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ രാജാവ് തൻ്റെ മകളെ ഈ ഋചീകന് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഋചീകൻ തൻ്റെ ഭാര്യയും കൊണ്ട് കാട്ടിലേക്ക് പോയി. ഭൃഗു മഹർഷിക്ക് തൻ്റെ മരുമകളെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൾ വളരെ വിനയാന്വിതയായ ദയാലുവായ ഒരു പെൺകുട്ടിയായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളോട് അവർ വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും ഇടപെട്ടു, അവരെ ശുശ്രൂഷിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം തൻ്റെ മരുമകളെ അടുത്ത് വിളിച്ചിട്ട്, മകളെ, നിൻ്റെ ശുശ്രൂഷയിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചിരിക്കുന്നു. നിനക്കൊരു വരം തരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സത്യവതി എന്ന രാജകുമാരി തൻ്റെ ഭർത്തൃപിതാവിനോട് തനിക്ക് ഒരു മകനും ഒരു സഹോദരനും വേണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം താൻ വിവാഹം കഴിച്ച് പോകുന്നതോടെ തൻ്റെ രാജ്യത്തിന് അനന്തരാവകാശികൾ ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സഹോദരനെയും കൂടെ വേണം. അങ്ങനെ ഈ മഹർഷിക്ക് ഈ ആവശ്യം വളരെ സന്തോഷകരമായും വിചിത്രമായിട്ടും തോന്നുകയും അദ്ദേഹം അവൾക്ക് 2 പാത്രങ്ങളിൽ പായസം കൊടുക്കുകയും ചെയ്തു. ഒന്ന് ബ്രാഹ്മണ വീര്യമുള്ള പുത്രൻ ജനിക്കാനും മറ്റൊന്ന് ക്ഷത്രിയ വീര്യമുള്ള പുത്രൻ ജനിക്കാനുമുള്ള പായസങ്ങളായിരുന്നു. അപ്പോൾ ഈ ക്ഷത്രിയ വീര്യമുള്ള കുട്ടി ജനിക്കാനുള്ള പായസം തൻ്റെ മാതാവിന് കൊടുക്കണമെന്നും ബ്രാഹ്മണ വീര്യമുള്ള കുട്ടി ജനിക്കാനുള്ള പായസം സത്യവതി തന്നെ കുടിക്കണമെന്നും ഈ ഭൃഗു മഹർഷി അവളെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു. ഈ പായസം കിട്ടിയ പാടെ സത്യവതി സന്തോഷത്തോടെ ഈ 2 പാത്രങ്ങളുമായിട്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് തൻ്റെ മാതാവിനോട് ഇക്കാര്യം അറിയിച്ചു. താൻ വളരെ വിശിഷ്ടമായൊരു പായസം കൊണ്ടുവന്നിട്ടുണ്ടെന്നും അത് കഴിച്ചാൽ തൻ്റെ മാതാവിന് ഒരു ക്ഷത്രിയ വീര്യമുള്ള കുട്ടി ഉണ്ടാകുമെന്നും ഈ മകൾ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരും ഈ പായസം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. വളരെ വൃതാനുഷ്ഠാനങ്ങളോടെ പ്രാർത്ഥനയോടെ അവർ പായസം കഴിച്ചെങ്കിലും പാത്രങ്ങൾ മാറിപ്പോയി. അതായത് ക്ഷത്രിയ വീര്യമുള്ള കുട്ടി ജനിക്കാനുള്ള പായസം സത്യവതി എന്ന രാജകുമാരി കുടിക്കുകയും ബ്രാഹ്മണ വീര്യമുള്ള കുട്ടി ജനിക്കാനുള്ള പായസം മാതാവായ രാജ്ഞി കുടിക്കുകയും ചെയ്തു. തൻ്റെ ദിവ്യദൃഷ്ടിയാൽ ഭൃഗു മഹർഷിക്ക് കാര്യം മനസ്സിലായി. തൻ്റെ മരുമകൾ അബദ്ധം പ്രവർത്തിച്ചിട്ടുണ്ട്. അവൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ബ്രാഹ്മണ വീര്യമുള്ള കുട്ടിയായിരിക്കില്ല, ക്ഷത്രിയ വീര്യമുള്ള കുട്ടിയായിരിക്കും. അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ട് തോന്നി. അദ്ദേഹം ഇത് തൻ്റെ മരുമകളെ അറിയിച്ചു. അപ്പോൾ രാജ്ഞിക്കും ബുദ്ധിമുട്ടായി. കാരണം താൻ ഉദ്ദേശിക്കുന്നത് തനിക്ക് രാജഗുണങ്ങളുള്ളൊരു കുട്ടി ജനിക്കണമെന്നാണ്. പക്ഷേ ഈ പായസം കുടിച്ചനുസരിച്ച് ഉണ്ടാകാൻ പോകുന്നത് ബ്രാഹ്മണ വീര്യമുള്ള കുട്ടിയായിരിക്കും. അതിന് ഒരു രാജാവാകാനുള്ള താല്പര്യം ഉണ്ടാകണമെന്നില്ല. അമ്മയും മകളും കൂടി ഒന്നിച്ച് ഈ ഭൃഗു മഹർഷിയുടെ കാൽക്കൽ വീണു. എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരണം എന്ന് അപേക്ഷിച്ചു. ഇപ്പോൾ ഒരു മുനിയുടെ ഭാര്യയായ സത്യവതിക്ക് ഒരു ബ്രാഹ്മണ ഗുണമുള്ള കുട്ടിയാണ് വേണ്ടത്. പക്ഷേ അവളുടെ അമ്മയായ രാജ്ഞിക്ക് ഒരു ക്ഷത്രിയ ഗുണമുള്ള കുട്ടിയെയും ആവശ്യമുണ്ട്. ഭൃഗു മഹർഷി പറഞ്ഞു, എനിക്ക് പൂർണ്ണമായിട്ട് ഇത് തിരുത്താൻ പറ്റില്ലെങ്കിലും ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. എന്തായാലും ഈ സംഭവത്തിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം സത്യവതിയും പ്രസവിച്ചു, മാതാവായ രാജ്ഞിയും പ്രസവിച്ചു. സത്യവതി പ്രസവിച്ച കുട്ടിയുടെ പേര് ജമദഗ്നി എന്നായിരുന്നു. ഭൃഗു മഹർഷിയുടെ പ്രാർത്ഥനയാൽ ജമദഗ്നിക്ക് ക്ഷത്രിയ ഗുണങ്ങൾ കുറവായിരുന്നു. പക്ഷേ അദ്ദേഹം വിവാഹം കഴിച്ചു. രേണുക എന്നൊരു ക്ഷത്രിയ രാജകുമാരിയാണ് ജമദഗ്നി വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിന് 5 ആൺമക്കളുണ്ടായി. അതിൽ ഏറ്റവും ഇളയ മകൻ്റെ പേരായിരുന്നു രാമൻ. ക്ഷത്രിയ ഗുണങ്ങളോടെയാണ് ഈ രാമൻ ജനിച്ചത്. ഇതേ സമയത്ത് തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഭൂമിയിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. അക്കാലത്ത് ക്ഷത്രിയർ വളരെയധികം അധർമ്മികളായി തീരുകയും സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു കാർത്തിവീരാർജുനൻ എന്ന രാജാവ്. അദ്ദേഹത്തിന് 1000 കൈകളുണ്ടായിരുന്നു. അതുകൊണ്ട് സഹസ്രബാഹു എന്നും അദ്ദേഹത്തെ പറയാറുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു
വളരെ വേഗതയുള്ള തിളങ്ങുന്ന സ്വർണത്തിലുള്ള ഒരു തേരുമുണ്ടായിരുന്നു. ഈ തേരിൽ കയറി ഭൂമിയിലൂടെ യാത്ര ചെയ്ത് അദ്ദേഹം ജനങ്ങളെ ദ്രോഹിച്ചു പോന്നു. അദ്ദേഹത്തെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി. ഒരു കുറ്റവും ചെയ്യാത്ത ജനങ്ങളെ കൊന്നൊടുക്കുകയും അവരുടെ സ്വത്ത് അപഹരിക്കുകയും ഒക്കെ ചെയ്ത് കാർത്തിവീരാർജുനൻ ഭൂമിയിൽ തേരോട്ടം നടത്തി. ഭൂമിയിലെ പരാക്രമങ്ങളൊക്കെ മതിയാകാഞ്ഞിട്ട് അദ്ദേഹം ഒരിക്കൽ സ്വർഗ്ഗലോകത്തേക്കും കൂടെ പോയി. സ്വർഗ്ഗലോകത്ത് ഇന്ദ്രനും അദ്ദേഹത്തിൻ്റെ പത്നിയായ ശചീദേവിയും അവരുടെ തോട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ കാർത്തിവീരാർജുനൻ അങ്ങോട്ട് ചെന്നത്. അവിടെയും ചെന്ന് അയാൾ ആ തോട്ടം തച്ചുടയ്ക്കുകയും തൻ്റെ ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ ഇന്ദ്രന് ദേഷ്യം വന്നു. ഇന്ദ്രൻ പറഞ്ഞു, കാർത്തിവീരാർജുന, നീ സ്വയം അടങ്ങിയില്ലെങ്കിൽ നിൻ്റെ കാര്യം ഞാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് പറയുകയും നിനക്ക് ഒരു അന്ത്യമുണ്ടാക്കുകയും ചെയ്യും. ഇതൊന്നും കാർത്തിവീരാർജുനൻ ചെവിക്കൊണ്ടില്ല. കാർത്തിവീരാർജുനൻ ഇങ്ങനെ സ്വർഗ്ഗലോകത്തും ഭൂമിയിലും മാത്രമല്ല ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കാട്ടിൽ പോയി തപസ് ചെയ്യുന്ന മുനികളെയും അയാൾ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവരുടെ യാഗം മുടക്കുകയും അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത ഈ കാർത്തിവീരാർജുനൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി അവരും മഹാവിഷ്ണുവിനോട് പരാതി പറഞ്ഞു. കാർത്തിവീരാർജുനൻ്റെയും അയാളുടെ കൂട്ടാളികളുടെയും ശല്യം കാരണം ഭൂമി ജീവിക്കാൻ കൊള്ളാത്ത ഒരിടമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഇവരെല്ലാവരും മഹാവിഷ്ണുവിനോട് പറഞ്ഞു. അങ്ങനെ മഹാവിഷ്ണു ഒരു അവതാരമെടുത്ത് ഭൂമിയിൽ പോയി കാർത്തിവീരാർജുനൻ്റെയും കൂട്ടാളികളുടെയും ശല്യം ഒഴിവാക്കാം, അങ്ങനെ ഭൂമിയുടെ ഭാരം കുറച്ച് കൊടുക്കാം എന്ന തീരുമാനമെടുത്തു. താൻ അസാധാരണ ശാരീരിക ബലമുള്ള ക്ഷത്രിയ ഗുണങ്ങളുള്ള ഒരു ബ്രാഹ്മണനായിട്ടായിരിക്കും ജന്മമെടുക്കുന്നത് എന്നാണ് മഹാവിഷ്ണു അന്ന് ദേവന്മാർക്കും ഈ മുനിമാർക്കുമൊക്കെ വാക്ക് കൊടുത്തത്. അങ്ങനെയാണ് ഈ ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും മകനായ രാമനായിട്ട് മഹാവിഷ്ണു ജന്മമെടുക്കുന്നത്. അവരുടെ 5ാമത്തെ മകനായ രാമൻ കുട്ടിക്കാലത്ത് തന്നെ വളരെ പ്രത്യേകതകളുള്ള കുട്ടിയായിരുന്നു. തൻ്റെ 4 ജ്യേഷ്ഠന്മാരെക്കാളും ആരോഗ്യവും യുദ്ധവീര്യവും ഈ രാമന് കൂടുതലായിരുന്നു. രാമൻ എപ്പോഴും ആയോധന വിദ്യകളും യുദ്ധകാര്യങ്ങളും ഒക്കെ പഠിക്കാനാണ് താല്പര്യപ്പെട്ടത്. എന്നാൽ ജമദഗ്നി മഹർഷിയുടെ മകൻ എന്ന നിലയിൽ പൂജാകാര്യങ്ങളും വേദകാര്യങ്ങളുമൊക്കെ അദ്ദേഹം പഠിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ബ്രാഹ്മണൻ്റെ ഗുണങ്ങളും ക്ഷത്രിയൻ്റെ ഗുണങ്ങളും എല്ലാം ഒന്നിച്ചു ചേർന്ന ഒരാളായിരുന്നു രാമൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാമൻ തൻ്റെ പിതാവിനോട് തനിക്ക് കാട്ടിൽ തപസ്സിന് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ പിതാവ് ചോദിച്ചു, നീ എന്തിനാണ് ഇപ്പോൾ തപസ്സിന് പോകുന്നത്? അപ്പോൾ രാമൻ പറഞ്ഞു, പിതാവേ, എനിക്ക് ആയുധങ്ങൾ സമ്പാദിക്കാനുള്ള ആഗ്രഹം അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ എനിക്ക് ഒരു പ്രത്യേകതരം ആയുധം വേണമെന്നുണ്ട്. ഞാൻ ഗന്ധമാദന പർവ്വതത്തിൽ പോയിട്ട് തപസ് ചെയ്ത് ശിവഭഗവാനോട് ഒരു ആയുധം വാങ്ങാൻ പോവുകയാണ്. അങ്ങനെ പിതാവിൻ്റെ അനുവാദത്തോടെ ഈ രാമൻ ഗന്ധമാദന പർവ്വതത്തിൽ പോവുകയും അവിടെ ഇരുന്ന് വളരെ കഠിനമായൊരു തപസ്സിലേർപ്പെടുകയും ചെയ്തു. തപസ്സിൻ്റെ അവസാനം പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും എന്താണ് വേണ്ടത് എന്ന് രാമനോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ രാമൻ ആവശ്യപ്പെട്ടത് തനിക്ക് വളരെ ശക്തമായ നല്ല മൂർച്ചയുള്ള ഒരു ആയുധം വേണമെന്നാണ്. അങ്ങനെ പരമശിവൻ ഈ രാമന് ഒരു മഴുവാണ് കൊടുത്തത്. വളരെയധികം ബലമുള്ള വളരെ പ്രത്യേകതകളുള്ള ഒരു മഴു, പരശു എന്നാണ് മഴുവിന് പറയുന്നത്. അങ്ങനെ ഈ മഴു കിട്ടിയതോടെ രാമൻ്റെ പേര് പരശുരാമൻ എന്ന് അറിയപ്പെട്ടു. താൻ ആഗ്രഹിച്ച ആയുധം കൈക്കലാക്കിയതിന് ശേഷം രാമൻ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം തിരിച്ചു വന്നപ്പോഴാണ് തൻ്റെ പിതാവ് വളരെ ദേഷ്യത്തോടെ നിൽക്കുന്ന അദ്ദേഹം കണ്ടത്. മറ്റാരെയും അവിടെ കണ്ടതുമില്ല. എന്താണ് കാര്യം എന്ന് പിതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു, നിനക്ക് ആയുധമൊക്കെ കിട്ടിയല്ലോ, അങ്ങനെയാണെങ്കിൽ ആ ആയുധം എനിക്ക് വേണ്ടി നീ ഇപ്പോൾ ഒന്ന് പ്രയോഗിക്കണം. അപ്പോൾ പരശുരാമൻ പറഞ്ഞു, അതിനെന്താ പിതാവേ, അങ്ങ് എന്ത് ജോലി വേണമെങ്കിലും പറഞ്ഞോളൂ, അങ്ങയുടെ മകനെന്ന നിലയിൽ ആ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ജമദഗ്നി മഹർഷി പറഞ്ഞു, നീ നിൻ്റെ അമ്മയെ കൊല്ലണം, അതാണ് എൻ്റെ ആവശ്യം. പിതാവ് ഇങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ടായിരുന്നു. ഒരു ദിവസം വെള്ളം എടുക്കാൻ പോയ രേണുക ആകാശത്തു കൂടി വിമാനത്തിൽ പറന്നുപോയ ചിത്രരഥൻ എന്ന ഗന്ധർവൻ്റെ രൂപഭംഗിയിൽ ഒരു നിമിഷം ആകൃഷ്ടയായിപ്പോയി. ഒരു നിമിഷം അവളുടെ മനസ്സ് ചലിച്ചതിനാൽ മണ്ണുകൊണ്ടുണ്ടായിരുന്ന ഈ കുടം, വെള്ളമെടുക്കാൻ കൊണ്ടുപോയ കുടം ഉടഞ്ഞുപോയി. വെള്ളം കൊണ്ടുപോകാൻ കഴിയാതെ ഭയപ്പെട്ട രേണുക ആശ്രമത്തിൽ തിരിച്ചു വന്നു. എന്തുകൊണ്ടാണ് തൻ്റെ ഭാര്യയ്ക്ക് വെള്ളമെടുക്കാൻ പറ്റാതെ പോയതെന്നും അവളുടെ കുടം എന്തുകൊണ്ടാണ് ഉടഞ്ഞു പോയതെന്നും ജമദഗ്നി മഹർഷിക്ക് തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം തൻ്റെ മക്കളോട് ഉടൻ തന്നെ രേണുകയെ വധിക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യത്തെ 4 മക്കളോടും പിതാവ് ഇതേ ആവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഇതിനെ സമ്മതിച്ചില്ല. തങ്ങളുടെ മാതാവിനെ കൊല്ലാൻ അവർ തയ്യാറായില്ല. അപ്പോൾ ജമദഗ്നി മഹർഷി ഇവരെ എല്ലാവരും ശപിച്ച് ഭ്രാന്തന്മാരാക്കി കളഞ്ഞു. അതിനുശേഷമായിരുന്നു അപ്പോൾ അങ്ങോട്ട് വന്ന പരശുരാമനോട് പിതാവ് ഇക്കാര്യം പറഞ്ഞത്. തൻ്റെ പിതാവിൻ്റെ ഏതാജ്ഞയും ശിരസാ വഹിക്കുന്ന പരശുരാമൻ ഒറ്റവെട്ടിന് തൻ്റെ മാതാവിനെ കൊന്നു. സന്തുഷ്ടനായ പിതാവ് എന്താണ് പ്രതിഫലമായിട്ട് വേണ്ടത്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പരശുരാമൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു വേണമെന്നാണ്. അമ്മയെ മാത്രമല്ല, തൻ്റെ സഹോദരങ്ങളുടെ
നേർബുദ്ധിയും തിരിച്ചു കിട്ടണം. ജമദഗ്നി മഹർഷി സന്തോഷത്തോടെ ഈ വരം കൊടുത്തു. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ രേണുക പിന്നീട് തൻ്റെ ഭർത്താവിനോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തോടൊപ്പം ജീവിച്ചു. ആ ഇടയ്ക്ക് കാർത്തിവീരാർജുനൻ സമുദ്രത്തിനടുത്ത് എന്നിട്ട് സമുദ്രത്തിലേക്ക് ഒരു അസ്ത്രപ്രയോഗം നടത്തി. അയാൾക്ക് 1000 കൈകളുണ്ടെന്ന് പറഞ്ഞില്ല, 1000 കൈകൾ കൊണ്ട് അയാൾ തുരുതുര സമുദ്രത്തിലേക്ക് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സമുദ്രജീവികൾക്കൊക്കെ വളരെയധികം ഉപദ്രവമുണ്ടായി. അപ്പോൾ സമുദ്രദേവനായ വരുണൻ ഉയർന്നു വരികയും കാർത്തിവീരാർജുനനോട് തൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന സമുദ്രജീവികളെ ഉപദ്രവിക്കരുതെന്നും അങ്ങനെ ഉപദ്രവിക്കാതിരുന്നാൽ പകരം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ കാർത്തിവീരാർജുനൻ സമുദ്രദേവനോട് ചോദിച്ചു, ഞാനങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നീ എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തരണം. ആരാണ് എന്നെക്കാളും ബലവാനായിട്ട് ഈ ഭൂമിയിലുള്ളത്? ആരാണ് എന്നെ തോൽപ്പിക്കാൻ പോകുന്നത്? അപ്പോൾ സമുദ്രദേവൻ പറഞ്ഞു, അങ്ങനെ ഒരാൾ ജനിച്ചിട്ടുണ്ട്, അത് പരശുരാമനാണ്, ജമദഗ്നി മഹർഷിയുടെ മകനായ പരശുരാമൻ. അവനാണ് നിനക്ക് തുല്യനായിട്ട് ഈ ഭൂമിയിലുള്ളത്. അതോടെ കാർത്തിവീരാർജുനൻ എങ്ങനെയെങ്കിലും പരശുരാമനെ ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചു. അയാൾ തൻ്റെ മക്കളെ വിളിച്ചിട്ട് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയി അവിടെ നിന്ന് എന്നെക്കാളും മിടുക്കനാണ് എന്ന് വരുണദേവൻ പറഞ്ഞ പരശുരാമനെ പോയി കാണണമെന്നും ഈ പറഞ്ഞതുപോലെ ബലം പരശുരാമനുണ്ടോ എന്ന് അന്വേഷിച്ചു വരണമെന്നും പറഞ്ഞു. അങ്ങനെ കാർത്തിവീരാർജുനൻ്റെ മക്കൾ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ജമദഗ്നി മഹർഷി അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പത്നിയായ രേണുക ആ സമയം ആശ്രമത്തിലുണ്ടായിരുന്നു. ഈ വന്നത് കാർത്തിവീരാർജുനൻ്റെ മക്കളാണ് എന്ന് രേണുകയ്ക്ക് അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് രേണുക വളരെ സ്നേഹത്തോടെ അവരെ ആശ്രമത്തിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. കുറച്ചു നേരം കാത്തിരുന്നാൽ പരശുരാമൻ വരും എന്ന് അവർ ഈ വന്ന രാജകുമാരന്മാരോട് പറഞ്ഞു. അപ്പോഴാണ് കാമധേനു അവിടെ കിടക്കുന്നത് ഈ കാർത്തിവീരാർജുനൻ്റെ മക്കൾ കണ്ടത്. ഈ കാമധേനുവിൻ്റെ സഹായത്തോടെ തൻ്റെ അതിഥികൾക്ക് രേണുക ഭക്ഷണം വിളമ്പി. അതോടെ ഈ പശുവിനെ കൈക്കലാക്കണമെന്ന് ഈ രാജകുമാരന്മാർക്ക് തോന്നുകയും അവർ ഈ പശുവിനെ മോഷ്ടിച്ച് അവിടുന്ന് കടന്നു കളയുകയും ചെയ്തു. വൈകുന്നേരം വീട്ടിലെത്തിയ പരശുരാമൻ തങ്ങളുടെ ആശ്രമത്തിൽ നിന്നും ഈ കാമധേനു മോഷ്ടിക്കപ്പെട്ടതറിഞ്ഞു. അദ്ദേഹം ദേഷ്യത്തോടെ കാർത്തിവീരാർജുനൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അവിടെ വെച്ച് കാർത്തിവീരാർജുനനുമായിട്ട് അദ്ദേഹം ഘോരമായൊരു യുദ്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ കാർത്തിവീരാർജുനൻ വധിക്കപ്പെടുകയും ചെയ്തു. കാർത്തിവീരാർജുനനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തടങ്കലിലായിരുന്ന കാമധേനുവിനെയും കൊണ്ട് പരശുരാമൻ തിരിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് വന്നു. എന്നാൽ തങ്ങളുടെ പിതാവിനെ കൊന്ന പരശുരാമനോട് പകരം വീട്ടണം എന്ന കാർത്തിവീരാർജുനൻ്റെ മക്കൾ തീർച്ചപ്പെടുത്തുകയും അവർ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഒരു വലിയ പടയുമായിട്ട് വരികയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ അന്നും പരശുരാമൻ ആശ്രമത്തിലുണ്ടായിരുന്നില്ല. അന്ന് ജമദഗ്നി മഹർഷി ആശ്രമത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. ഈ ധ്യാനിച്ചിരിക്കുന്നത് പരശുരാമൻ്റെ പിതാവാണ് എന്ന് മനസ്സിലാക്കിയ ഈ കാർത്തിവീരാർജുനൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് അസംഖ്യം അമ്പുകൾ അയക്കുകയും ആ ശരമേറ്റ് അദ്ദേഹം താഴെ വീഴുകയും ചെയ്തു. ജമദഗ്നി മഹർഷി താഴെ വീഴുന്നത് കണ്ട ഈ കാർത്തിവീരാർജുനൻ്റെ മക്കൾ തിരിച്ചുപോയി. വൈകുന്നേരം ആശ്രമത്തിൽ തിരിച്ചെത്തിയ പരശുരാമൻ തൻ്റെ പിതാവ് പരിക്കേറ്റ് കിടക്കുന്നത് കണ്ടു. ഒരു വന്യമൃഗത്തിനെ എന്നതുപോലെ ശരീരം ആസകലം അമ്പെയ്ത് മുറിവേറ്റ് ചോര ഒലിപ്പിച്ച് കിടക്കുകയായിരുന്നു അദ്ദേഹം. പരശുരാമൻ എത്തി അധികം സമയം കഴിയുന്നതിന് മുമ്പ് ജമദഗ്നി മഹർഷി മരിക്കുകയും ചെയ്തു. പരശുരാമൻ തൻ്റെ പിതാവിനെ കാട്ടിൽ തന്നെ ഒരു ചിത ഒരുക്കുകയും അതിനുശേഷം ആ ചിതയുടെ അടുത്ത് വെച്ച് ഈ ലോകത്തെ ഈ ക്ഷത്രിയരിൽ നിന്ന് ഞാൻ 21 തവണ മുക്തമാക്കും എന്ന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. അങ്ങനെ പരശുരാമൻ ലോകമെമ്പാടുമുള്ള അധർമ്മികളായ ക്ഷത്രിയ രാജാക്കന്മാരെ വധിക്കാൻ തുടങ്ങി. തൻ്റെ പിതാവിൻ്റെ ശരീരത്തിൽ 21 മുറിവുകൾ കണ്ടതുകൊണ്ടാണ് പരശുരാമൻ 21 തവണ ഈ ലോകത്ത് നിന്ന് ക്ഷത്രിയരെ ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ആദ്യം അദ്ദേഹം കാർത്തിവീരാർജുനൻ്റെ മക്കളെയാണ് വധിച്ചത്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് കലി തീർന്നില്ല. പിന്നീട് അവരുടെ അടുത്ത തലമുറയെ വധിച്ചു, പിന്നെ അടുത്ത തലമുറയെ വധിച്ചു. അങ്ങനെ 21 തലമുറകളെ അദ്ദേഹം വധിച്ചു തീർത്തു. ലോകത്തെ അധർമ്മികളായ ക്ഷത്രിയരുടെ എണ്ണം കുറഞ്ഞു. ഇങ്ങനെ കൊല്ലപ്പെട്ട ക്ഷത്രിയരുടെ രക്തം കൊണ്ട് സമന്തക പഞ്ചകം എന്ന സ്ഥലത്ത് അദ്ദേഹം 5 തടാകങ്ങൾ നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ പിതൃക്കൾക്ക് ബലിതർപ്പണവും നടത്തി. അതോടെ തൻ്റെ ഭാരം ശമിച്ച ഭൂമിദേവി കശ്യപ മുനിയോട് ചെന്നിട്ട് തൻ്റെ ഭാരം ശമിച്ചുവെന്നും ഇനി ഈ ക്ഷത്രിയ നിഗ്രഹം ഒഴിവാക്കാൻ പരശുരാമനോട് ആവശ്യപ്പെടണമെന്നും പറഞ്ഞു. കശ്യപൻ ഇത് നേരിട്ട് ചെന്ന് പരശുരാമനോട് പറയാതെ അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛനായ ഋചിക മുനിയെ പരലോകത്ത് യമലോകത്ത് ചെന്ന് കാണുകയും അദ്ദേഹത്തിനോട് ഭൂമിയിലേക്ക് പോയി പരശുരാമനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഈ ക്ഷത്രിയ നിഗ്രഹം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഋചിക മുനിയുടെ ആത്മാവ് പരലോകത്ത് നിന്ന് ഈ പരശുരാമനെ ചെന്ന് സന്ദർശിക്കുകയും ഈ ക്ഷത്രിയ നിഗ്രഹം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു.
തൻ്റെ മുതുമുത്തച്ഛൻ സ്വർഗ്ഗലോകത്ത് നിന്ന് വന്ന് തന്നോട് ആവശ്യപ്പെട്ടതോടെ തൻ്റെ പിതൃക്കൾ ഇത് നിർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം അവസാനിപ്പിച്ചു. അതിനുശേഷം തൻ്റെ പാപം അടങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വലിയ യാഗം നടത്തി. അതൊരു അശ്വമേധയാഗമായിരുന്നു. തൻ്റെ കൈവശമുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും അദ്ദേഹം ദാനം ചെയ്തു. അപ്പോൾ ഭരദ്വാജ മുനിയുടെ മകനായ ദ്രോണൻ അവിടെ എത്തി. ദ്രോണൻ വന്നപ്പോഴത്തേക്കും പരശുരാമൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം ദാനം ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ പരശുരാമൻ ദ്രോണനോട് പറഞ്ഞു, ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല ദാനം ചെയ്യാൻ. എനിക്കെൻ്റെ ശരീരവും എൻ്റെ കയ്യിലുള്ള ആയുധങ്ങളും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിനെന്താണ് നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനത് നിനക്ക് തരാം. അപ്പോൾ ദ്രോണർ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ശരീരമല്ല വേണ്ടത്, എനിക്ക് അങ്ങയുടെ ആയുധങ്ങളാണ്. അങ്ങനെ താൻ സമ്പാദിച്ചു വെച്ചിരുന്ന ആയുധങ്ങളെല്ലാം പരശുരാമൻ ദ്രോണർക്ക് കൊടുത്തു. മാത്രമല്ല ഈ ആയുധങ്ങളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അവയുടെ മന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അദ്ദേഹം ദ്രോണർക്ക് പറഞ്ഞു കൊടുത്തു. ക്ഷത്രിയ നിഗ്രഹത്തിന് ശേഷമാണ് അദ്ദേഹം മഴുവെറിഞ്ഞ് കടലിനെ പിന്നോട്ട് മാറ്റി കേരളം സൃഷ്ടിച്ചത് എന്നും ഒരു കഥയുണ്ട്. യുദ്ധം മൂലം ഉണ്ടായ പാപങ്ങൾ കളയാൻ വേണ്ടിയിട്ട് അദ്ദേഹം താൻ സൃഷ്ടിച്ച ഈ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും അവർക്ക് അവിടം ഭരിക്കാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. എന്തായാലും പരശുരാമൻ അമർത്യനാണ്, ചിരഞ്ജീവിയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹം ഇപ്പോഴും മഹേന്ദ്രഗിരിയിൽ തപസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായ കൽക്കിക്ക് ആയുധാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭൂമിയിൽ നിൽക്കുന്നത് എന്നും ഒരു കഥയുണ്ട്. അപ്പോൾ ഇതാണ് പരശുരാമനെ പറ്റിയുള്ള കഥകൾ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.